നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എന്ന് കേട്ട് പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടതാണ് വോയിഡ്സ്, ടെട്രാഹീഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്. ടെട്രാഹീഡ്രൽ വോയിഡിന്റെ സൈസ് ഒക്ടാഹീഡ്രൽ വോയിഡിനേക്കാൾ ചെറുതാണ്. അതേപോലെ octahedral voidന്റെ നമ്പർ എന്ന് പറയുന്നത് that is equal to the number of spheres. tetrahedral voidന്റെ എണ്ണം എന്ന് പറയുന്നത് that is the double the number of spheres. ഇനി in ionic solids the anions form CCP or FCC structure. The cation occupy the void. ഇനി ആനിയോൺ ആണോ കാറ്റയോൺ ആണോ സൈസ് കൂടുതൽ? ഞാൻ ഓർക്കാൻ ഒരു എളുപ്പം പറഞ്ഞിട്ടുണ്ട്. ആനയാണോ കാറ്റാണോ വലുത്? ആനിയോൺ ആണ് സൈസ്, ആനയാണ് വലുത്. അപ്പോൾ ആനിയോണിന്റെ സൈസ് കാറ്റയോണിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ആനിയോൺസിന് CCP സ്ട്രക്ചർ ആയിരിക്കും. വലിയ സൈസുള്ള ആനിയോൺസിന് CCP സ്ട്രക്ചർ ആയിരിക്കും. എന്നാൽ ചെറിയ വോയിഡിലാണ് കാറ്റയോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. വോയിഡിലാണ് കാറ്റ് വോയിഡ്സ് ഓക്യുപ്പൈ ചെയ്യുന്ന പോലെ, ഇടയ്ക്ക് കയറിയിരിക്കുന്നത് പോലെ. അപ്പോൾ നമ്മളിവിടെ കണ്ടു ആനിയോൺസിന് CCP സ്ട്രക്ചറും കാറ്റയോൺസ് വോയിഡും ഓക്യുപ്പൈ ചെയ്യും. ഇനി ഈ കാറ്റയോൺ ഓക്യുപ്പൈ ചെയ്യുന്നത് ഒന്നുകിൽ ഒക്ടാഹീഡ്രൽ വോയിഡ് അല്ലെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡ് ആയിരിക്കും. ഇനി ഈ എല്ലാ വോയിഡ്സും ഓക്യുപ്പൈ ചെയ്യണം എന്നില്ല. അത് ചില സ്ഥലങ്ങൾ മാത്രമാണ്, അതായത് വോയിഡ്സിന്റെ ഫ്രാക്ഷൻ ഓഫ് വോയിഡ്സ് മാത്രമാണ് അത് ഓക്യുപ്പൈ ചെയ്യുക. എല്ലായ്പ്പോഴും എല്ലാ വോയിഡ്സും ഓക്യുപ്പൈ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കോമ്പൗണ്ടിന്റെ മോളിക്യുലർ ഫോർമുല കണ്ടുപിടിക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. ദി ഫസ്റ്റ് പ്രോബ്ലം, എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ two elements X and Y. The atoms of Y as anion make CCP and those of element X as cations occupy all the octahedral voids. What is the formula of the compound? ഇനി ഇവിടെ നമ്മൾ നോക്കുക, the atoms of Y make CCP. അപ്പോൾ Y atom CCP സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇവിടെ Y ആറ്റത്തിന് CCP സ്ട്രക്ചർ ആണ്. ആക്ച്വലി FCC or CCP സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 8 corners and each corner contribute only 1/8 and 6 faces and it contribute only half. That means the total number of particles that is 4. അങ്ങനെയാണ് വരിക. പക്ഷേ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് അത് നോക്കണമെന്നില്ല. Y atom CCP അതിനെ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. 1. Then that of the element X, അതായത് cation X occupy all the octahedral void. X എല്ലാ octahedral voidഉം occupy ചെയ്യുന്നു. The number of octahedral voids is equal to the number of spheres, number of particles. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ Y ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ X, that is X atom occupy the octahedral void. That means here it become that also is equal to 1. And here the ratio between them X is to Y, that is equal to 1 is to 1. So the molecular formula of the compound that is X1. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും ഓർക്കേണ്ടതായിട്ടുള്ളൂ. ആദ്യം നമ്മൾ നോക്കുക Y ആറ്റംസിന്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കുക. CCP, CCP. X ആറ്റം എവിടെയാണ്? ഒക്ടാഹീഡ്രൽ വോയിഡ്. Y ആറ്റം 1 ആണ്. Y ആറ്റം നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അതേ നമ്പർ തന്നെയായിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡിൽ വരുന്നത്. Therefore, the ratio between them that is 1 is to 1 and here it is XY. The molecular formula that is XY. അടുത്ത question. Atoms of element B form HCP. That is, those of element A occupy
2/3 of tetrahedral voids. What is the formula of the compound? ഇനി നമ്മളിവിടെ നോക്കിക്കേ, B form HCP lattice. ഇനി അതിനെ നമ്മളിവിടെ 1 ആയിട്ട് അസ്യൂം ചെയ്യും. Then A occupy 2/3 of tetrahedral void. Tetrahedral voids എങ്ങനെയായിരിക്കും? The total number of tetrahedral voids is equal to എങ്ങനെ വരും? Double the number of spheres. അപ്പോൾ ഇവിടെ spheres 1 ആണെങ്കിൽ tetrahedral voids ന്റെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും, ഇരട്ടി ആയിരിക്കും. That means it is 2. Then ഇവിടെ എല്ലാ tetrahedral voidഉം A occupy ചെയ്യുന്നില്ല. എങ്ങനെയാണ്? 2/3 of tetrahedral void, 3ൽ 2 ഭാഗം മാത്രമാണ് occupy ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ A എങ്ങനെ എടുക്കാം? A എങ്ങനെയാണ് occupy ചെയ്യുന്നത്? That is 2 into 2/3. That means it is 4/3. Then the ratio between A and B, A is to B, that is equal to 4/3 is to 1, and here it is equal to, ഇതിനെ നമ്മൾ simplify ചെയ്യാം, 3 into 4/3 is to 1 into 3, and here that is equal to the cancelling both, and here 4 is to 3. Therefore the molecular formula of the compound, there is A4B3. അതായത് B HCP structure. അപ്പോൾ അതിനെ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഇനി A occupy ചെയ്യുന്നത് 2/3 of tetrahedral void. Actually tetrahedral void എന്ന് പറയുന്നത് double the number of spheres. 1 ആണ് സ്ഫിയേഴ്സിന്റെ എണ്ണം എങ്കിൽ tetrahedral voidന്റെ എണ്ണം 2 ആയിരിക്കും. പക്ഷേ ഇവിടെ 2/3 ആണ് occupy ചെയ്യുക. That means 4/3. Then the ratio between them, that is 4 is to 3. Therefore the molecular formula A4B3. മനസ്സിലായല്ലോ? ഇനി അടുത്തത് a compound forms hexagonal close packed structure, HCP structure. What is the total number of voids in 0.5 mole of it? How many of these are tetrahedral voids? ഒന്ന് ആലോചിക്കണം, അത്രേ ഉള്ളൂ. Number of octahedral voids, അതായത് നമ്മൾ octahedral voidsന്റെ എണ്ണം n ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ tetrahedral void എത്രയായിരിക്കും? Double, that means 2n. Then the total number of voids എന്ന് പറയുന്നത് എങ്ങനെ വരും? n plus 2n, that means 3n. മനസ്സിലായല്ലോ? ഇനി number of close packed atoms എത്രയാണ്? 0.5 മോൾ. ഇവിടെ തന്നിട്ടുണ്ട് 0.5 മോൾ. ഇനി നമ്മൾ ഓർക്കുക, what is 1 mole? 1 mole means Avogadro number of particles. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? Number of close packed atoms that is equal to 0.5 mole, that is 0.5 into Avogadro number, that is 6.022 into 10 to the power of 23. Then the total number of voids is equal to 3n. നമ്മൾ ഇവിടെ കണ്ടതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? n ന് പകരം നമ്മൾ എന്തെടുക്കും? 0.5 into Avogadro number, 6.022 into 10 to the power of 23. That is equal to 9.03 into 10 raised to 23. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, how many of these are tetrahedral void? ഇതിൽ എത്ര എണ്ണം tetrahedral void ആയിരിക്കും? നമ്മൾ ഇവിടെ കണ്ടു tetrahedral voidന്റെ എണ്ണം എത്രയാണ്? 2n. അപ്പോൾ 2 into 0.5 into 6.022 into 10 to the power of 23. That is equal to 6.022 into 10 raised to 23. മനസ്സിലായല്ലോ? പ്രോബ്ലം എളുപ്പമാണ്. ക്വസ്റ്റ്യന്റെ പാറ്റേൺ കണ്ടിട്ട് ടഫ് ആണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. 0.1 മോൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതിനനുസരിച്ച് ചെയ്തു പോകാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ.
സെല്ലിന്റെ എഡ്ജ് ലെങ്ത് a സെന്റിമീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യാം. That is edge length that is equal to a. Then the density of unit cell is equal to density of unit cell that is equal to എങ്ങനെയാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക? ഡെൻസിറ്റി is equal to mass by volume. അപ്പോൾ എങ്ങനെ വരും? Mass of unit cell divided by volume of unit cell. ഇനി എഡ്ജ് ലെങ്ത് a ആണെങ്കിൽ ആ യൂണിറ്റ് സെല്ല് ഒരു ക്യൂബിക് ക്രിസ്റ്റൽ ആണെങ്കിൽ, ക്യൂബിക് യൂണിറ്റ് സെൽ ആണെങ്കിൽ അതിന്റെ വോളിയം എങ്ങനെ കാണും? ഇതും പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. ദി വോളിയം ഓഫ് യൂണിറ്റ് സെൽ, volume of unit cell that is equal to a cube. A cube. ഇനി density is equal to mass by volume. Volume നമുക്ക് ഇവിടെ കിട്ടി. അങ്ങനെയെങ്കിൽ mass of unit cell എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. That is mass of unit cell that is equal to number of atoms in the unit cell into mass of each atom. Mass of each atom. അതായത് ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറയുന്നത് അതിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം ഇൻറ്റു ഓരോ പാർട്ടിക്കിളിന്റെ മാസ്, മാസ് ഓഫ് ഈച്ച് ആറ്റം. ഇനി നമ്മളിവിടെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ അതിനെ നമ്മൾ Z ആയിട്ട് അസ്യൂം ചെയ്യാം. Then mass of each atom അത് small m ആയി അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ പഠിച്ചതാണ് here the number of atoms in the unit cell, the number of particles per unit cell. If it is simple cubic, Z is equal to 1. Then BCC, Z is equal to 2. FCC, Z is equal to 4. ഓർമ്മയുണ്ടല്ലോ? Then here the small m stands for mass of each atom. Then mass of each atom that is equal to atomic mass divided by Avogadro number. Atomic mass divided by Avogadro number. ഇനി അറ്റോമിക് മാസിനെ നമ്മൾ ക്യാപിറ്റൽ M ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Then Avogadro number അതിനെ N0 അല്ലെങ്കിൽ Na എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. Then so we can write the mass of unit cell is equal to Z into M, and the mass of each atom M is equal to atomic mass divided by Avogadro number, that is M, capital M divided by Na. So we can write the mass of unit cell, that is mass of unit cell that is equal to Z into M divided by Na. അപ്പോൾ നമ്മളിവിടെ മാസ് ഓഫ് യൂണിറ്റ് സെൽ കണ്ടുപിടിച്ചു, വോളിയം അറിയാം. Therefore the density of unit cell D is equal to എങ്ങനെ വരും? The Zm divided by Na, that divided by volume of unit cell, that is a cube. So it becomes Zm by a cube Na. ഓർക്കുക, D is equal to Zm by a cube Na. Then ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി. ഞാൻ പറഞ്ഞിരുന്നു എഡ്ജ് ലെങ്ത് സെന്റിമീറ്റർ ആണെങ്കിൽ here the density is equal to gram per centimeter cube. The unit of density, that is gram per centimeter cube. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഇനി ചെയ്യാം. That is D is equal to Zm by a cube Na. Then the next one problem. ഇനി അടുത്ത പ്രോബ്ലം ചെറിയ വ്യത്യാസമുള്ള പ്രോബ്ലം ആണ്. An element has a
body-centered cubic structure with edge length of 288 picometer. The density of the element is 7.2 gram per centimeter cube. How many atoms are present in 208 gram of the element? ഇനി ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? Edge length of unit cell that is 288 picometer. Then density തന്നിട്ടുണ്ട് 7.2. Then ഇവിടെ ഒരു മാസ് തന്നിട്ടുണ്ട് 208 gram. അതായത് 208 ഗ്രാമിൽ എത്ര ആറ്റങ്ങളുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. And here the edge length that is equal to 288 picometer. എന്നാൽ ഡെൻസിറ്റി ഇവിടെ എങ്ങനെയാണ്? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൈക്കോമീറ്ററിനെ സെന്റിമീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണം. That means 1 picometer is equal to 1 picometer that is equal to 10 raised to minus 10 centimeter. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? Here 288 picometer that is equal to 288 into 10 raised to minus 10 centimeter. ഇനി നമുക്കിവിടെ എഡ്ജ് ലെങ്ത് അറിയാമെങ്കിൽ ക്യൂബിന്റെ അതായത് യൂണിറ്റ് സെല്ലിന്റെ വോളിയം കണ്ടുപിടിക്കാം. That is volume of unit cell. Volume of unit cell. അതായത് എഡ്ജ് ലെങ്ത് a ആണെങ്കിൽ വോളിയം നമ്മൾ എങ്ങനെയാണ് കാണുക? a cube. That means here that is equal to 288 into 10 raised to minus 10 the whole cube. And here it is centimeter cube. ഇനി അടുത്ത കാണേണ്ടത് that is the volume of 208 gram of element. Volume of 208 gram of element that is equal to volume എങ്ങനെയാണ്? Mass by density. And here it is mass divided by density. ഇനി 208 gram elementന്റെ മാസ് എത്രയാണ്? 208. That is 208 gram ആണ്. അതാണ് മാസ്. That is equal to 208 divided by mass by density. Density നോക്കിയേ 7.2 gram per centimeter cube. 7.2 gram per centimeter cube. ഇനി നമുക്കിവിടെ മാസ് അറിയാം. That is 208 gram. That divided by density that is 7.2 gram per centimeter cube. ഇനി ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുക that is 28.88 centimeter cube. Then അടുത്ത ഇവിടെ കാണേണ്ടത് ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം അറിയാം. 208 gram of elementന്റെ വോളിയം അറിയാം. അപ്പോൾ number of unit cells. Then the number of unit cells in this volume. അതായത് ഈ പർട്ടിക്കുലർ വോളിയത്തിലെ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. And here the volume of unit cell അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ that is about 2.39 into 10 raised to minus 23. ഇതാണ് ഇവിടെ കിട്ടുന്ന വാല്യൂ. 2.39 into 10 raised to minus 23. അപ്പോൾ number of unit cells in this volume that is equal to എത്ര വരും? 28.88 divided by 2.39 into 10 raised to minus 23. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്
that is equal to 12.08 into 10 raised to 23. ഇത്രയും യൂണിറ്റ് സെൽസ് ആണ് 208 ഗ്രാം എലമെന്റിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയേ, ഇത് ഏത് ടൈപ്പ് ക്രിസ്റ്റൽ ആണ്? It is a body centered cubic crystal, that is BCC type crystal. അപ്പോൾ the number of atoms per unit cell in the case of BCC type crystal എത്രയാണ് വരിക? 2. In BCC it is 2. Then so the total number of atoms in 208 gram of element, that is equal to എങ്ങനെ വരും? അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ 2 ആറ്റം, നമ്പർ ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 12.08 into 10 raised to 23. That means here 2 into 12.08 into 10 raised to 23, and here it becomes 24. അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 24.16 into 10 raised to 23. അപ്പോൾ ഇത്രയും ആറ്റങ്ങളാണ് 208 ഗ്രാമിൽ എലമെന്റിൽ ഉള്ളത്. അപ്പൊ മനസ്സിലായല്ലോ പ്രോബ്ലം? ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അതായത് എഡ്ജ് ലെങ്ത്, അതിൽ നിന്നും ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം കണ്ടുപിടിക്കാം. പിന്നെ 208 ഗ്രാം ഓഫ് എലമെന്റിന്റെ വോളിയം മാസ് ബൈ ഡെൻസിറ്റി, അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് ഇൻ ദിസ് വോളിയം, അതായത് ടോട്ടൽ 208 ഗ്രാം ഓഫ് എലമെന്റ്, അതിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം, അതിൽ നിന്നും നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല് കിട്ടും. ഒരു യൂണിറ്റ് സെല്ലിൽ BCC ടൈപ്പ് ആയതുകൊണ്ട് 2 ആറ്റങ്ങൾ, അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 208 gram, that is 2 into 12.08 into 10 raised to 23, and here 24.16 into 10 raised to 23 atoms. മനസ്സിലായല്ലോ? ഇനി ഇതിൽ വരുന്ന പ്രോബ്ലംസ്, സാധാരണ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഡെൻസിറ്റിയെ ബേസ് ചെയ്താണ്. അതിലുള്ള നമുക്കറിയാം ഡെൻസിറ്റി D is equal to Zm by A cube NA. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നുകിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത്, Z വാല്യൂ ഏത് ടൈപ്പ് ക്രിസ്റ്റൽ ആണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ Z വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെ ഡിപെൻഡ് ചെയ്താണ്. 1 ആണെങ്കിൽ സിമ്പിൾ ക്യൂബിക്, if it is 2 then BCC, then if it is 4 FCC. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത പ്രോബ്ലം, a cubic solid is made of 2 elements P and Q. The atoms of Q are at the corners of the cube and P at the body center. What is the formula of the compound? What are the coordination number of P and Q? ഇനി ഇവിടെ നോക്കിക്കേ, the atoms of Q are at the corners of the cube. Therefore, number of Q atoms is equal to, എവിടെയാണ്? കോർണറിലാണ്. എത്ര കോർണർ ആണ് ക്യൂബിന്? 8 കോർണർ. അത് ഒരു യൂണിറ്റ് സെല്ലിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് only 1/8. That means it is equal to 1. ഇനി the P at the body center, that is number of P atoms is equal to, number of P atoms is equal to, എവിടെയാണ്? ബോഡി സെന്റർ. ബോഡി സെന്ററിലുള്ള പാർട്ടിക്കിളിനെ വേറെ ഒരു യൂണിറ്റ് സെല്ലും ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെ വരും? that is equal to 1. അതായത് ബോഡി സെന്ററിലുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് P ആറ്റംസ് എന്ന് പറയുന്നത് ബോഡി സെന്ററിൽ ആയതുകൊണ്ട് 1. Then here the ratio P is to Q, that is equal to 1:1. Therefore, the molecular formula is equal to PQ. വളരെ സിമ്പിൾ ആണ്. ഇനി ഒരു പാർട്ട് കൂടിയുണ്ട്. What are the coordination number of P and Q? ഇവിടെ നോക്കിയേ, ഒരു ക്വാഡ്രാറ്റത്തിനെ നമ്മൾ പണ്ട് കണ്ടതാണ്, മോഡലും അനിമേഷനും ഒക്കെ കണ്ടതാണ്. ഒരു ക്വാഡ്രാറ്റത്തിന് വേറെ എത്ര യൂണിറ്റ് സെൽ ആണ് ഷെയർ ചെയ്യുക? 8 യൂണിറ്റ് സെൽ ഷെയർ ചെയ്യും. അപ്പോൾ ഒരു സോളിഡിൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ കോർണർ ആറ്റത്തിന് 8 യൂണിറ്റ് സെൽ ഷെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു
അതിനെ ടച്ച് ചെയ്ത് വരുന്ന സ്പിയേഴ്സിന്റെ ഒരു കോർണറിനെ ടച്ച് ചെയ്ത് 8 സ്പിയേഴ്സ് ആണ് വരിക. അതേപോലെ ബോഡി സെന്ററിലുള്ളത്, ആ ബോഡി സെന്ററിലായിട്ട് ഒരു പാർട്ടിക്കിൾ, അതിന് ചുറ്റുമായിട്ട് കോർണർ ആറ്റങ്ങൾ ഉണ്ടാവും. എത്ര കോർണർ ആറ്റം? 8 കോർണർ ആറ്റം. Therefore the coordination number of both P and Q, that is 8. മനസ്സിലായല്ലോ? ഇന്നിവിടെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്, ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.